കണക്കൻകടവിലെ ഷട്ടറുകളുടെ തകർച്ച കാരണം ചാലക്കുടി പുഴയിലേക്ക് കൂടുതൽ ഉപ്പുവെള്ളം കയറി. കുടിവെള്ള പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചു. ഡിറ്റുവ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരും. മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നതിനെതിരെ കോട്ടപ്പുറം രൂപത. സമരം അവസാനിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് നാടകമാണെന്ന് ഫാദർ ഫ്രാൻസിസ് താണിയത്ത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഡ്രഡ്ജർ തകരാറും തടയണ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതും കണക്കൻകടവിലെ ശുദ്ധജല വിതരണ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഷട്ടറുകളുടെ തകർച്ച കാരണം ചാലക്കുടി പുഴയിലേക്ക് കൂടുതൽ ഉപ്പുവെള്ളം കയറിയതിനാൽ കുടിവെള്ള പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. പൊയ്യ, കുഴൂർ, അന്നമനട, പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ് എന്നീ പഞ്ചായത്തുകൾ ഇതോടെ ദുരിതത്തിലാകും. കണക്കൻകടവിലെ ഷട്ടർ താഴ്ത്തിയതോടെ ഉപ്പുവെള്ളം കയറുന്നതിന്റെ അളവ് കുറഞ്ഞതിനാൽ കഴിഞ്ഞ ദിവസം പുത്തൻവേലിക്കര പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളത്തിന്റെ പമ്പിംഗ് പുനരാരംഭിച്ചിരുന്നു. പമ്പിംഗ് വീണ്ടും തുടങ്ങിയതും ഉപ്പുവെള്ളം കയറുന്നതിന്റെ അളവ് കുറഞ്ഞതും മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. ഉപ്പുവെള്ളം കയറിയാൽ ആദ്യം ബാധിക്കുന്നത് പുത്തൻവേലിക്കര പഞ്ചായത്തിലാണ്. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ചാലക്കുടി പുഴയിൽ നിന്നുള്ള വെള്ളമാണ് ആശ്രയം. കൂടാതെ കുന്നുകര, പാറക്കടവ്, പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളെയും ഉപ്പുവെള്ള ഭീഷണി ബാധിക്കും. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ ഉള്ളവർ 2 ദിവസം കൂടുമ്പോൾ ശരാശരി 500 രൂപ നൽകി വെള്ളം വാങ്ങുകയാണ്. ഇത് എറണാകുളം ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന പൊയ്യയെയും ബാധിക്കുന്ന അവസ്ഥയിലാണ്. ചോർച്ച കാരണം 3 ഷട്ടറുകളിലൂടെയാണ് ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. പുഴയിലെ ജലനിരപ്പ് കായലിനേക്കാൾ ഉയർന്നാണെങ്കിലും വേലിയേറ്റത്തിലാണ് ഉപ്പ് കയറുന്നത്. പുഴയിലേക്ക് കയറുന്ന ഉപ്പുവെള്ളം വേലിയിറക്കത്തിൽ ഒഴിഞ്ഞു പോകുന്നില്ല. മഴയൊഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ പൊയ്യ, കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിലേക്കുള്ള പമ്പിംഗ് നിർത്തേണ്ടി വരും. ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുക. മീഡിയ ടൈം, പുത്തൻവേലിക്കര. ഡിറ്റുവ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരും. ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചുവെന്ന് റവന്യൂ മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. ശ്രീലങ്കയിൽ മരണം 159ആയി. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴയിലും കാറ്റിലുമാണ് തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചത്. തൂത്തുകുടി, തഞ്ചാവൂർ, മയിലാടുതുറൈ എന്നിവിടങ്ങളിലാണ് മരണമുണ്ടായത്. 234 വീടുകൾ തകർന്നു. 38 ക്യാമ്പുകളിലായി 2393 പേർ കഴിയുന്നുണ്ടെന്നും മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. തഞ്ചാവൂർ, നാഗപട്ടണം തുടങ്ങിയ ജില്ലകളിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. നിലവിൽ ചെന്നൈ തീരത്ത് നിന്നും 180 കിലോമീറ്റർ അകലെയാണ് ഡിറ്റുവ ചുഴലിക്കാറ്റ്. 12 കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗം. ഇന്ന് വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമാകും. 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈ തീരത്തിന് സമീപത്തേക്ക് എത്തും. അപ്പോഴേക്കും ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമാകും. ചുഴലിക്കാറ്റ് കരയോടടുക്കുമ്പോൾ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ചെന്നൈയിലെ മറീന, പട്ടിണപ്പാക്കം, ബസന്ത് നഗർ തുടങ്ങിയ ബീച്ചുകളിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നതിനെതിരെ കോട്ടപ്പുറം രൂപത പ്രീസ്റ്റ് കൗൺസിൽ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ്. അതിനു മുൻപ് സമരം അവസാനിപ്പിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? സമരം അവസാനിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് നാടകമാണെന്നും ഫാദർ ഫ്രാൻസിസ് താണിയത്ത് പറഞ്ഞു. എന്നാണ് ഈ സംരക്ഷണ സമിതി ഉണ്ടായത്? ഇവർക്ക് എന്ത് അവകാശം ഇപ്പം ഈ സമരം നിർത്താനായിട്ട്? ആരാണ് ഇതിന് അധികാരം അവർക്ക് കൊടുത്തത്? ഇത് കേവലം ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് എനിക്കും സാധാരണ അന്നം ഭക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുക. ഒരു പ്രത്യേക സംഘം അവിടെ വന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്ത് തന്നെയാണ്? ഇതൊരു അധിനിവേശമാണ് യഥാർത്ഥത്തിൽ. സാധാരണക്കാരുടെ അവകാശങ്ങളിൽ മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗുരുവായൂർ ഏകാദശമിയോടനുബന്ധിച്ച് വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ദശമി നെയ് വിളക്കാഘോഷം. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി രൂപീകരിച്ച
ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായാണ് ദശമി നെയ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്കു തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ആയിരക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ ഏകാദശി നോൽക്കാൻ ഗുരുവായൂരിലെത്തും. കഴിഞ്ഞ ഒരു മാസമായി നടന്നുവന്ന വിളക്കാഘോഷങ്ങൾ നാളെ സമാപിക്കും. ഗുരുവായൂർ ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ കാഴ്ചശീവേലിക്ക് തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. രാവിലെ 6:30 പല്ലശന മുരളിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാവും. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നാമജപ ഘോഷയാത്രയും പാർത്ഥസാരഥിയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന ചെമ്പൈ സംഗീതോത്സവം നാളെ രാത്രി 10 സമാപിക്കും. ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ തുറന്ന നട ഇനി ദ്വാദശി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 8 അടയ്ക്കുക. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കാടുകുറ്റിയിൽ ചാലക്കുടി പുഴയുടെ അറങ്ങാലിക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പാറക്കടവ് പഞ്ചായത്തിലെ എളവൂർ സ്വദേശി കൊടുമ്പുള്ളി വീട്ടിൽ ജോഷിയുടെ മകൻ കൃഷ്ണനാണ് മരിച്ചത്. ഞായർ ഉച്ചയ്ക്ക് 12:30 സംഭവം. കുടുംബ സുഹൃത്തുക്കളായ 6 സംഘമാണ് അറങ്ങാലിക്കടവിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ സംഘത്തിലെ 9 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടു. ഈ കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് കൃഷ്ണൻ ഒഴുക്കിൽപ്പെട്ടത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ ഉടൻ കരക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. ദേശീയപാത നെല്ലായിൽ കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തല്ലൂർ സ്വദേശി പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ദേശീയപാതയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:45 അപകടം. ദേശീയപാത നെല്ലായി സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ബസ്സിലിടിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ചേർപ്പ് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ യാത്രക്കാരനായ ഗൃഹനാഥന് പരിക്കുപറ്റി. ചൊവ്വൂർ സ്വദേശി മൊഴിപറമ്പിൽ ദേവസിക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് 1:30 അപകടം. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് കാറുമായി കൂട്ടിയിടിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി ജയിലിൽ കഴിയുന്ന 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ CPM സംരക്ഷിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ചാലക്കുടി മുനിസിപ്പൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ ഇതുവരെ തയ്യാറാകാത്തവരാണ് UDFനെ ഉപദേശിക്കുവാൻ വരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. MP ബെന്നി ബെഹന്നാൻ, മുൻ ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂർ, DCC ജനറൽ സെക്രട്ടറി KP ജെയിംസ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, മുൻ ചെയർമാൻ VO പൈലപ്പൻ, ഷോൺ പല്ലിശ്ശേരി, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊടകരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. കൊടകര പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി KJ ഡിക്സൺ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കൊടകര ഡിവിഷൻ സ്ഥാനാർത്ഥി സ്വപ്ന സത്യൻ, പേരാമ്പ്ര ഡിവിഷൻ സ്ഥാനാർത്ഥി CA റെക്സ് എന്നിവരാണ് കൊടകരയിൽ പര്യടനം നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയാത്രക്കാരെ കണ്ടും ഓട്ടോ ടാക്സി തൊഴിലാളികളെ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു. നേതാക്കളായ PR പ്രസാദൻ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, KC ജെയിംസ്, KO വർഗീസ്, അമ്പിളി സോമൻ, KV സുരേന്ദ്രൻ എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി. കൂരിക്കുഴി 18 മുറി ജാറം അങ്കണത്തിൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ട് നേർച്ചയും റിഫാഇ റാത്തിബും നടത്തി. രാവിലെ നടന്ന മൗലിദ് മജ്ലിസിന് കൂരിക്കുഴി മഹൽ ഖത്തീബ് സയ്യിദ് ജഫർ സാദിഖ് തങ്ങൾ, ജാറം മസ്ജിദ് ഇമാം ജാബിർ അൽ ഫാലിലി എന്നിവർ നേതൃത്വം നൽകി.
തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം ഇമ്പിച്ചി കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാത്രി റിഫ-ഇ റാത്തിബ് നടക്കും. AKTA നാരായണമംഗലം യൂണിറ്റ് കൺവെൻഷൻ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് MK ബഷീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ലതിക, ട്രഷറർ സുചിത്ര, ഗണേശൻ, PS ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ ഓവറോൾ ചാമ്പ്യന്മാരായി. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ജില്ലാ കലോത്സവം സമാപിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ അധ്യക്ഷൻ KS ജയചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. 514 പോയിന്റ് നേടിയ കൊടകര സരസ്വതി വിദ്യാനികേതൻ 2ാം സ്ഥാനവും ആതിഥേയരായ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ 505 പോയിന്റുമായി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 32 വിദ്യാലയങ്ങളിൽ നിന്നായി 2 ദിവസം നടന്ന മത്സരങ്ങളിൽ ഏകദേശം 1500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറിമാരായ സൗമ്യ സുരേഷ്, ശ്രീകാന്ത് ഗുരുപദം, സംസ്ഥാന കമ്മിറ്റി അംഗം TN രാമൻ, K കൃഷ്ണൻകുട്ടി, KP ഹരിദാസ് എന്നിവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു. ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി മാള BRCയുടെ നേതൃത്വത്തിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചു. മാള കാർമൽ കോളേജ് പ്രവേശന കവാടത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച ദീപശിഖ റാലിയിൽ മാള സബ് ഇൻസ്പെക്ടർ PM റഷീദ്, വിദ്യാർത്ഥികളായ ശ്രീധന്യ, ഏഞ്ചൽ, മിലൻ എന്നിവർക്ക് ദീപശിഖ കൈമാറി. കാർമൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ, ബ്രിജി KB, മാള AO സുരേഷ്, സിസ്റ്റർ ലിംസി, സിസ്റ്റർ ഗ്രേസ് മരിയ, സിസ്റ്റർ മേരീസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കണക്കൻകടവിലെ ഷട്ടറുകളുടെ തകർച്ച കാരണം ചാലക്കുടി പുഴയിലേക്ക് കൂടുതൽ ഉപ്പുവെള്ളം കയറി. കുടിവെള്ള പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരും. മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുന്നതിനെതിരെ കോട്ടപ്പുറം രൂപത. സമരം അവസാനിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് നാടകമാണെന്ന് ഫാദർ ഫ്രാൻസിസ് താണിയൽ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.